സദാനന്ദൻ എന്നു പേരുള്ള ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉരുവച്ചാലിൽ ചില പാർട്ടി സഖാക്കൾ ചേർന്ന് കയ്യേറ്റം ചെയ്തു. ആ കയ്യേറ്റത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. പുള്ളി പിന്നീട് വളരെ കാലമായിട്ട് ഈ കൃത്രിമ കാലുപയോഗിച്ച് നടക്കുന്നത് അത്ര വലിയ വിഷയമൊന്നുമായിരുന്നില്ല. പക്ഷേ ഈ സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രപതി ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു കഠോര കൃത്യം പണ്ട് 10-30 കൊല്ലം മുമ്പാണ് പാർട്ടി സഖാക്കൾ നടത്തിയതും അതിൻ്റെ പ്രതികാരമായി CPM-കാരനായ ഒരു യുവ പോരാളിയെ RSSകാർ വെട്ടിക്കൊന്നു ഒക്കെ ചർച്ചാ വിഷയമായി. അല്ലായിരുന്നെങ്കിൽ ഇത് ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അതിൻ്റെ പുറത്താണ് ഈ പ്രതികൾ എന്ന് വിളിക്കപ്പെടുന്ന പരമനിരപരാധികൾ അവരെ വിചാരണ കോടതി 7 വർഷത്തേക്ക് ശിക്ഷിച്ചാണ്. അവരുടെ അപ്പീൽ ഹൈക്കോടതി നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കൊടുത്ത പ്രത്യേക അനുമതി ഹർജി അതും നിലം തൊടാതെ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാവങ്ങൾ ഇനി ഏതാണ്ട് 6.5 കൊല്ലം ജയിൽവാസം അനുഭവിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ സദാനന്ദൻ എന്ന് പേരുള്ള RSSകാരൻ 6 കൊല്ലം രാജ്യസഭാംഗമായിട്ട് വിലസുന്നു. ഏതാണ്ട് അത്ര തന്നെ കാലം ഈ പ്രതികൾ എന്ന് പറയുന്ന നിരപരാധികൾ, സാധുക്കൾ, ശുദ്ധഗതിക്കാർ, നിഷ്കളങ്കർ അവർ കണ്ണൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നു. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് മഹാകവി വള്ളത്തോൾ പാടിയത് ഇവരെ ഉദ്ദേശിച്ചാണ്. കണ്ണൂർ ജയിലിൽ ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം. മറ്റ് തടവുകാരെ പോലെയല്ല പാർട്ടിക്കാരായ തടവുകാർ. കൊടി സുനിയെപ്പോലെ, കിർമാണി മനോജിനെ പോലെ, ട്രൗസർ മനോജിനെ പോലെ, മുഹമ്മദ് ഷാഫിയെ പോലെയുള്ള വലിയ വിപ്ലവകാരികൾ അവിടെ ഉണ്ട്. അവർ മാത്രമല്ല, വേറെയും പല വിപ്ലവകാരികളുണ്ട്. അവരൊക്കെ സസന്തോഷം സസുഖം കഴിയുന്ന സ്ഥലമാണ് കണ്ണൂർ ജയിൽ. അവിടേക്കാണ് ഈ ധീര സഖാക്കളും പോയിട്ടുള്ളത്. അങ്ങനെ പോകുന്ന സഖാക്കൾക്ക് ഉരുവച്ചാലിൽ വമ്പിച്ച ജനകീയ യാത്രയപ്പ് നൽകി. നമ്മളതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിൽ വിരിയും, വർഗവികാരം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചു. എന്ന് മാത്രമല്ല, ഇവരെ യാത്രയാക്കാനായിട്ട് നമ്മുടെ നാടിൻ്റെ കണ്ണിലുണ്ടിയായ മുൻ ആരോഗ്യമന്ത്രിണി, അതുപോലെ വടകരയിലെ തോറ്റ സ്ഥാനാർത്ഥിയുമായ KK ശൈലജ അവർ നേരിട്ട് ഹാജരായിരുന്നു. ശൈലജ ടീച്ചർ ഇതിനെ പങ്കെടുത്തതിനെക്കുറിച്ച് RSSകാർ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. ഇവരൊരു ടീച്ചറാണ്, ഇവരാണോ കുട്ടികളെ പഠിപ്പിച്ചത്, ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ സ്ഥിതി എന്താവും എന്നൊക്കെയാണ് സതീശനും മറ്റുമൊക്കെ ചോദിച്ചത്. RSSകാർക്ക് വികാരം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് VD സതീശൻ ഇങ്ങനെ ചോദിക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് RSS കോൺഗ്രസ് ബാന്ധവത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണോ എന്ന് നമുക്ക് സംശയിക്കണം. ഏതായാലും ഇങ്ങനെ ഒരു വിവാദ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനും പുറത്താണ് ഈ സദാനന്ദൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സാമാന്യ ദീർഘമായിട്ടുള്ളതാണ്. അത് കാണാനിടയിൽ അദ്ദേഹം ഒരു വെറും അധ്യാപകനായിട്ട് അവിടെ ഉള്ള കാലത്ത് പുള്ളിയുടെ 2 കാലും ഏത് സാഹചര്യത്തിലാണ് വെട്ടിയത്, അന്ന് പുള്ളി അനുഭവിച്ച വേദനയും പങ്കപ്പാടുമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. കണ്ണൂർ അന്നത്തെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. വെട്ടുകുത്തുമൊക്കെ നിത്യസംഭവമായിരുന്നു. 1967 മുതൽക്ക് അല്ലെങ്കിൽ 69 മുതൽക്ക് ഏതാണ്ട് ഈ സമീപകാലം വരെ 2017 വരെ നീണ്ടുനിന്ന ഒരു വലിയ വർഗസമരത്തിൻ്റെ കഥയാണ് തലശ്ശേരിക്ക് പറയാനുള്ളത്. തലശ്ശേരി, ചൊക്ലി, പാനൂർ, പെരിങ്ങളം, അതുപോലെ മാഹി, ന്യൂ മാഹി, ഇവിടെയൊക്കെ സ്ഥിരമായിരുന്നു വെട്ടും കുത്തും, ഇല്ലാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് ഇത് സംഭവിച്ചത്. അതൊക്കെ ആളുകൾ മറക്കുകയും പൊറുക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴിത് വിവാദമായത്. RSSകാരും മാർക്സിസ്റ്റുകാരും ഈ വെട്ടുകത്തി താഴെ വെച്ചിട്ട് എത്ര കൊല്ലായി. ശ്രീ M എന്ന് പറഞ്ഞ ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് 2 കൂട്ടരും ഈ കലാപരിപാടി നിർത്താൻ തീരുമാനിച്ചത്. അതിനുശേഷം വെട്ടും കുത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. മാവേലി നാട് വാണകാലം പോലെ പിണറായി നാട് വാണിയിടും കാലം വെട്ടുമില്ല, കുത്തുമില്ല, കൊലപാതകങ്ങൾ കേൾക്കാനില്ല എന്നാണ് ഇപ്പോൾ പാട്ട്. അങ്ങനെ ഒരു കാലത്ത് ഇപ്പോൾ ഇത് ഈ RSSകാരനായ സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് മാത്രം ചർച്ചാ വിഷയമായതാണ്. അല്ലെങ്കിൽ എല്ലാവരും മറന്നു വരും, സദാനന്ദൻ തന്നെ മറന്നു വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർ പങ്കെടുത്തതിനെ പലരും പരിഹസിക്കും. എല്ലാ വിധത്തിലും RSSനെ എതിർക്കുന്ന നമ്മുടെ മൗദൂദി ചാനൽ വരെ ശൈലജ ടീച്ചറെ പരിഹസിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അടുപ്പൂട്ടി ചർച്ച നടത്തി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി പാർട്ടിക്ക് കയ്യും കെട്ടിയിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട്
ഈ സംഭവസ്ഥലമായ ഉരുവച്ചാലിൽ പാർട്ടി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുകയാണ്. ആ വിശദീകരണ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ എം വി ജയരാജനെയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അതിന് മുന്നോടിയായിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാഗേഷ് ഒരു പത്രസമ്മേളനം നടത്തി. അതിൻ്റെ ചില ദൃശ്യങ്ങൾ എനിക്ക് ചാനലിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ രാഗേഷ് സഖാവ് പറയുന്ന ഈ പ്രതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, വെറും ശുദ്ധാത്മാക്കളാണ്. അവർ ഒരു ഉറുമ്പിനെ പോലും നോക്കാത്തവരാണ്. ദേഹത്ത് വന്ന് കടിക്കുന്ന ചോര കുടിക്കുന്ന കൊതുകിനെ പോലും അടിച്ചു കൊല്ലാത്തവരാണ്. അവർ ബുദ്ധമതക്കാർ പോലുമല്ല, ജൈനമതക്കാരാണ്. മനസ്സാവാച കർമ്മണ യാതൊരു ഹിംസയും ചെയ്യാത്തവരാണ്. മഹാത്മാഗാന്ധിയെ തോൽപ്പിക്കുന്ന അഹിംസാവാദികളാണ്. അതിലൊരാളൊരു റിട്ടയർഡ് LP സ്കൂൾ അധ്യാപകനാണ്. അതുപോലെ നാട്ടിൽ നിലയും വിലയും അന്തസ്സുമുള്ള ആളുകളാണ്. അവരെ കോടതി പോലീസ് പ്രതിയാക്കി എന്നുള്ളത് ശരിയാണ്, കോടതി ശിക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. കോടതി ശിക്ഷിച്ചെന്തുകൊണ്ടാണ്? ഈ വെട്ടുകൊണ്ട അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ട സദാനന്ദനടക്കമുള്ള ആളുകളുടെ കള്ളസാക്ഷിയുടെ പുറത്താണ്. വെട്ടുകൊണ്ട സദാനന്ദൻ ഒരിക്കലും സത്യം പറയില്ല, നമുക്കറിയാമല്ലോ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 2 കാലും പുള്ളി തന്നെ വെട്ടി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ സദാനന്ദൻ്റെ കാല് വെട്ടിയത് സദാനന്ദൻ തന്നെയാണ്, അല്ലെങ്കിൽ സദാനന്ദൻ്റെ സഹപ്രവർത്തകരായ മറ്റ് RSSകാരാണ്. എന്നിട്ട് കുറ്റം ഈ പാവപ്പെട്ട LP സ്കൂൾ അധ്യാപകൻ്റെ മറ്റുമൊക്കെ മേൽ കെട്ടിയേൽപ്പിച്ചു. അങ്ങനെ അവർ കള്ളക്കേസിൽ പ്രതികളായി. അവരെ കോടതിയിൽ വന്നപ്പോൾ കള്ളസാക്ഷി പറഞ്ഞു. കോടതി കള്ളസാക്ഷി വിശ്വസിച്ചു. ഏത്? ബൂർഷ്വാ കോടതി. അതുകൊണ്ടാണ് ഈ ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന് പറഞ്ഞു. ബൂർഷ്വാ കോടതി ഈ സാധുക്കളെ, നിരപരാധികളെ, നിഷ്കളങ്കരെ, അഹിംസാവാദികളെ, ജൈനമതക്കാരെ കുറ്റക്കാരായി കണ്ടെത്തി അവരെ ശിക്ഷിച്ചു. 7 വർഷം വീതം കഠിനമായിട്ട് തടവാൻ ശിക്ഷിച്ചു. ഇവർ 6 മാസം ജയിലിൽ കിടന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ആ ജാമ്യത്തിൽ ഇവരിങ്ങനെ നെഞ്ചുപിരിച്ച് നടക്കരുന്നു. അപ്പോഴാണ് ഹൈക്കോടതി അപ്പീൽ തള്ളി അവരെ ശിക്ഷ ശരിവെച്ചു. എന്ന് മാത്രമല്ല അവരുടെ ഫൈൻ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് കഴിഞ്ഞില്ല. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന അതിനേക്കാൾ വലിയ ബോറന്മാരാണ്, അതിനേക്കാൾ വലിയ ബൂർഷകളാണ്. മാത്രമല്ല അതിലിപ്പോൾ നല്ലൊരു പങ്ക് സംഘപരിവാറുകാർ കൂടിയാണ്. അപ്പോൾ പിന്നെ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് സഖാവ് സ്വരാജ് ചോദിച്ചത് വളരെ ശരിയാണ്. അങ്ങനെ സ്വരാജിൻ്റെ വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഈ അപ്പീൽ ഫയലിൽ പോലും സ്വീകരിക്കാതെ, ഫയലിൽ സ്വീകരിച്ച് അവിടെ ഇട്ടിരുന്നെങ്കിൽ പിന്നെ ഒരു 8-10 കൊല്ലം അവിടെ കിടന്നേനെ. പ്രതികളെല്ലാവരും വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് മരിച്ചതിന് ശേഷമേ കേസിൽ വിധി വരുമായിരുന്നു. അതും സംഭവിച്ചില്ല. സുപ്രീം കോടതി ഇത് ഫയലിൽ സ്വീകരിക്കാതെ ഒരൊറ്റ എറിച്ചു. ഈ പ്രത്യേക അനുമതി ഹർജി പിന്നെ യമുന നദിയിൽ പോയാണ് വീണത്. അപ്പോൾ അങ്ങനത്തെ ഒരു അതിക്രമം ഈ നാട്ടിൽ നടന്നിരിക്കുകയാണ്, നീതിന്യായപരമായ അതിക്രമം. അപ്പോൾ ബൂർഷ്വാ കോടതി നമ്മുടെ സഖാക്കളെ, ഈ നിഷ്കളങ്കരെ, ജൈനമതക്കാരെ, അഹിംസവാദികളെ, മഹാത്മാഗാന്ധിയുടെ മൂത്താപ്പയുടെ മക്കളെ കുറ്റക്കാരെന്ന് വിധിച്ചാലും പാർട്ടി അത് സമ്മതിക്കില്ല. പാർട്ടി ജനകീയ കോടതിയിൽ വിശ്വസിക്കും. ജനകീയ കോടതി വിധിക്കണം. ആ വിധികർത്താവ് അവിടുത്തെ ജനകീയ കോടതിയുടെ സുപ്രീം കോടതി അതിൻ്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കെ രാഗേഷ്. കാരണം ഈ സാധാരണത്തിനേക്കാളും വളരെ മുമ്പ് രാജ്യസഭയിൽ പോയ ആളാണ് കെ രാഗേഷ്. അപ്പോൾ രാഗേഷിനറിയാം ജനകീയ കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുക. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ജനകീയ കോടതി പ്രവർത്തിക്കുക. അങ്ങനെ ജനകീയ കോടതിയിൽ ഇപ്പോൾ ഇനി വിചാരണ തുടങ്ങാൻ പോവുകയാണ്. സഖാവ് എം വി ജയരാജൻ, പുള്ളിക്കും ഈ ബൂർഷ്വാ കോടതിയിൽ നിന്ന് വലിയ തിക്താനുഭവം ഉണ്ടായിട്ടുള്ള ആളാണ്. ശുംഭന്മാരായ ജഡ്ജിമാരെ വിമർശിച്ചതിൻ്റെ പേരിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടുകയും കുറച്ചു കാലം പൂജപ്പുര ജയിലിൽ സുഖവാസം അനുഭവിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുതിയ കാര്യമല്ല. കെ രാഗേഷും പുതിയ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിയമനം തന്നെ കോടതി കയറിയതാണ്. ഹൈക്കോടതിയിലിരിക്കുന്ന ശുംഭന്മാർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. സിംഗിൾ ബെഞ്ച് പറഞ്ഞ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി തൽക്കാലം ശ്വാസം പിടിച്ച് നിൽക്കുക. സുപ്രീം കോടതി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ മുമ്പിൽ വേറൊരു ജനകീയ സമരം കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. മാത്രമല്ല പുള്ളിയുടെ ഭാര്യയ്ക്ക് അത്യാവശ്യം സൗകര്യം ചെയ്തു കൊടുത്ത വൈസ് ചാൻസലറെ സുപ്രീം കോടതി അയോഗ്യനാക്കിയെന്നല്ല, അദ്ദേഹത്തോട് രാജിക്കത്ത് പോലും കൊടുക്കേണ്ട, വേഗം വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനത്തെ പല അതിക്രമങ്ങളും നടന്നിട്ടുള്ള നാടാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനൊരു പ്രത്യേക പരിസ്ഥിതിയിലാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത്. ഈ വിശദീകരണം കേൾക്കുന്നതോടെ പാർട്ടി സഖാക്കളുടെ എല്ലാ സംശയവും തീരും. അപ്പോൾ ഈ നിഷ്കളങ്കരായ നിരപരാധികളായ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് CPM-കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അവർ നിരീശ്വരവാദികളാണ്. അവർക്ക് ആകെ ചെയ്യാമെന്ന് വെച്ചാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് ഒരു പൈങ്കുറ്റി നേരുക എന്നുള്ളത് മാത്രമാണ്. കാരണം മുത്തപ്പൻ അങ്ങനെ വെറും ഒരു ദൈവമല്ല, അത് പാർട്ടിക്കാരുടെ ഒരു ആസ്ഥാന ഗുരുവാണ്. അപ്പോൾ ഏതായാലും CPM-കാരുടെ ഈ സദുദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു, വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു.
നമ്മുടെ പാർട്ടി കോടതിയാണ് ലോകത്തെ ഏറ്റവും വലിയ കോടതി. അതിന് മീതെ വേറെ യാതൊരു കോടതിയില്ല. അതിനാണ് നമ്മൾ ജനകീയ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോടതിക്ക്, അതിലെ ജഡ്ജിമാർക്ക് വിജയാശംസകൾ നേരുന്നു. നമ്മൾ ഒരിക്കലും തോൽക്കാത്തൊരു കോടതി ഉണ്ടെങ്കിൽ അത് ഈ പാർട്ടി കോടതിയാണ്. വിപ്ലവാഭിവാദ്യങ്ങൾ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.